കേരളത്തിൽ കഴിഞ്ഞ ഏതാനും ആഴ്ചകളായി തുടരുന്ന കനത്ത കാലവർഷത്തിന്റെ തീവ്രത കുറയുന്നതായി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. വരും ദിവസങ്ങളിൽ സംസ്ഥാനത്തെ ഒരു ജില്ലയിലും അതിശക്തമായ മഴയുടെ സൂചന നൽകുന്ന ഓറഞ്ച് അലർട്ടുകൾ പ്രഖ്യാപിച്ചിട്ടില്ല. എന്നിരുന്നാലും ഒറ്റപ്പെട്ട ശക്തമായ മഴ പെയ്യാനുള്ള സാധ്യത മുന്നിൽ കണ്ട് വിവിധ ജില്ലകളിൽ യെല്ലോ അലർട്ടുകൾ തുടരും. പ്രാദേശികമായ ഈ മാറ്റങ്ങൾക്കിടയിലും ദേശീയ തലത്തിൽ കടുത്ത ആശങ്ക ഉയർത്തുന്നത് പസഫിക് സമുദ്രത്തിൽ രൂപം കൊള്ളുന്ന എൽ നിനോ പ്രതിഭാസമാണ്. ജൂൺ മാസത്തിൽ രാജ്യത്തുണ്ടായ വൻ മഴക്കുറവിന് കാരണമായ എൽ നിനോ ജൂലൈ മാസത്തിലും മൺസൂൺ മേഘങ്ങളെ ദുർബലപ്പെടുത്തുമെന്നാണ് പ്രവചനം. ഇത് രാജ്യത്തെ കാർഷിക മേഖലയും കുടിവെള്ള ലഭ്യതയും എങ്ങനെ ബാധിക്കുമെന്ന ആശങ്കയിലാണ് വിദഗ്ധർ. സംസ്ഥാനത്ത് നിലവിൽ കാലവർഷം സജീവമാണെങ്കിലും വരും ദിവസങ്ങളിൽ ഇതിന്റെ ശക്തി കുറയുമെന്നാണ് പ്രവചനം. വടക്കൻ കേരളത്തിൽ പ്രത്യേകിച്ചും കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് അലർട്ടും നിലനിൽക്കുന്നുണ്ട്. ഈ പ്രദേശങ്ങളിൽ 24 മണിക്കൂറിൽ 115.6 മില്ലിമീറ്റർ മുതൽ 204.4 മില്ലിമീറ്റർ വരെ അതിശക്തമായ മഴ ലഭിക്കാനുള്ള സാധ്യതയുമുണ്ട്. ശക്തമായ ഇടിമിന്നലോടും കാറ്റോടും കൂടിയ മഴയായിരിക്കും ഇവിടെ പെയ്യുക. എന്നാൽ നാളെയോടെ സംസ്ഥാനത്തെവിടെയും ഓറഞ്ച് അലർട്ടുകൾ ഉണ്ടാവില്ല. എങ്കിലും ഒട്ടുമിക്ക ജില്ലകളിലും യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ വരും ദിവസങ്ങളിലെ അലർട്ട് വിവരങ്ങൾ ഇപ്രകാരമാണ്. പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, എറണാകുളം, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് എന്നീ 11 ജില്ലകളിൽ യെല്ലോ അലർട്ടായിരിക്കും. കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ യെല്ലോ അലർട്ട് തുടരും. ജൂലൈ 6-ന് എറണാകുളം, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് എന്നീ ജില്ലകളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട്. അതുപോലെ ജൂലൈ 7-ന് എറണാകുളം, തൃശൂർ, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. കേരളത്തിൽ മലയോര മേഖലകളിലും തീരദേശങ്ങളിലും താമസിക്കുന്നവർ ജാഗ്രത പാലിക്കണമെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി നിർദ്ദേശിച്ചു കഴിഞ്ഞു. ആഗോള കാലാവസ്ഥയെ തന്നെ തകിടം മറിക്കാൻ ശേഷിയുള്ള ഒരു പ്രതിഭാസമാണ് എൽ നിനോ. പസഫിക് സമുദ്രത്തിലെ മധ്യകിഴക്കൻ ഭൂമധ്യരേഖ പ്രദേശങ്ങളിൽ സമുദ്രോപരിതലത്തിലെ വെള്ളം അസാധാരണമായ രീതിയിൽ ചൂടാകുന്ന അവസ്ഥയാണിത്. സാധാരണഗതിയിൽ പടിഞ്ഞാറൻ പസഫിക് മേഖലയിലേക്ക് വീശുന്ന കാറ്റുകൾ ദുർബലമാവുകയും ചൂടുവെള്ളം കിഴക്കോട്ട് നീങ്ങുകയും ചെയ്യുന്നു. ഇത് ആഗോള വായുമണ്ഡലത്തെ ബാധിക്കുകയും തൽഫലമായി ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലേക്ക് വീശേണ്ട തെക്കു പടിഞ്ഞാറൻ മൺസൂൺ കാറ്റുകളുടെ ശക്തി കുറയ്ക്കുകയും ചെയ്യുന്നു. ലളിതമായി പറഞ്ഞാൽ ഇന്ത്യയിലേക്ക് മഴയെത്തിക്കുന്ന കാറ്റിന്റെ ഈർപ്പവും വേഗതയും എൽ നിനോ കവർന്നെടുക്കുന്നു. മുൻപും എൽ നിനോ ശക്തമായ വർഷങ്ങളിൽ ഇന്ത്യയിൽ കടുത്ത വരൾച്ചയും വേനൽക്കാലത്ത് അത്യുഷ്ണവും രേഖപ്പെടുത്തിയിട്ടുണ്ട്. കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ കണക്കുകൾ പ്രകാരം കഴിഞ്ഞുപോയ ജൂൺ മാസം രാജ്യത്തെ സംബന്ധിച്ച് കടുത്ത നിരാശയാണ് സമ്മാനിച്ചതും. സാധാരണ ലഭിക്കേണ്ട മഴയേക്കാൾ 39% മഴക്കുറവാണ് ജൂണിൽ രേഖപ്പെടുത്തിയത്. ചരിത്രരേഖകൾ പരിശോധിച്ചാൽ 1901 ശേഷം രാജ്യം സാക്ഷ്യം വഹിച്ച ഏറ്റവും വരണ്ട 5ാമത്തെ ജൂൺ മാസമായിരുന്നു ഇത്. ജൂണിലെ ഈ വൻ കുറവിന് പിന്നാലെയാണ് ജൂലൈ മാസത്തിലും സാധാരണ കിട്ടേണ്ട മഴ ലഭിക്കില്ലെന്ന മുന്നറിയിപ്പ് വരുന്നത്. കാലാവസ്ഥാ വകുപ്പിന്റെ പ്രവചന പ്രകാരം മധ്യ ഇന്ത്യ, പടിഞ്ഞാറൻ ഇന്ത്യ, വടക്കേ ഇന്ത്യ ഈ മേഖലകളിലെ ഭൂരിഭാഗം സ്ഥലങ്ങളിലും ഇത്തവണ മഴ വളരെ കുറവായിരിക്കും. വടക്കു പടിഞ്ഞാറൻ ഇന്ത്യയും കിഴക്കൻ മേഖലയും ഇവിടെ സാധാരണ രീതിയിൽ മഴ ലഭിച്ചേക്കാം. വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് ഇവിടെ കൂടുതൽ മഴ പെയ്യാൻ സാധ്യതയുണ്ട്. ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ നട്ടെല്ലും കൃഷിയാണ്. കൃഷിയുടെ നട്ടെല്ല് മൺസൂൺ മഴയുമാണ്. ജൂൺ, ജൂലൈ മാസങ്ങളിൽ മഴ കുറയുന്നത് രാജ്യത്തെ ഖാരിഫ് കൃഷി ഇറക്കലിനെ സാരമായി ബാധിച്ചിരിക്കുന്നു. ആവശ്യത്തിന് മഴ ലഭിക്കാത്തത് മൂലം മണ്ണിൽ ഈർപ്പം ഇല്ലാതായിരിക്കുകയാണ്. ലഭ്യമായ കണക്കുകൾ പ്രകാരം കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ഇത്തവണ കൃഷി ഇറക്കുന്നത് 23% കുറഞ്ഞിട്ടുമുണ്ട്. ഇന്ത്യയിലെ പ്രധാന വിളകളായ നെല്ല്, പയറുവർഗ്ഗങ്ങൾ, സോയാബീൻ, പരുത്തി എന്നിവയുടെ കൃഷിയാണിപ്പോൾ വലിയ പ്രതിസന്ധി നേരിടുന്നത്. ഇത് വരും മാസങ്ങളിൽ ഭക്ഷ്യധാന്യങ്ങളുടെ ഉൽപ്പാദനം കുറയാനും വിപണിയിൽ വിലക്കയറ്റം ഉണ്ടാകാനും കാരണമായേക്കാം. ന്യൂനമർദ്ദങ്ങളും എൽ നിനോ രാജ്യാന്തര തലത്തിൽ ഭീഷണി ഉയർത്തുമ്പോഴും പൂർണ്ണമായും പ്രതീക്ഷ കൈവിടേണ്ടതില്ലെന്നാണ് ശാസ്ത്രജ്ഞർ പറയുന്നത്. വരും ദിവസങ്ങളിൽ ബംഗാൾ ഉൾക്കടലിൽ പുതിയ ന്യൂനമർദ്ദങ്ങൾ രൂപപ്പെടാനുള്ള സാധ്യതയുമുണ്ട്. ഇത് ഇന്ത്യയുടെ ചില ഭാഗങ്ങളിൽ പെട്ടെന്ന് നല്ല മഴ ലഭിക്കാൻ സഹായിക്കും. കൂടാതെ ചില ഓസ്ട്രേലിയൻ കാലാവസ്ഥാ ഏജൻസികളുടെ പ്രവചന പ്രകാരം
ഓഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളിൽ ഇന്ത്യൻ മഹാസമുദ്രത്തിലെ കാറ്റിൻ്റെ ഗതി അനുകൂലമാകാനുള്ള സാധ്യതയുമുണ്ട്. ഇന്ത്യൻ നിനോ എന്നറിയപ്പെടുന്ന ഈ പ്രതിഭാസം അനുകൂലമായാൽ അത് എൽനിനോയുടെ പ്രഭാവത്തെ ഒരു പരിധിവരെ ചെറുക്കുകയും മൺസൂണിൻ്റെ രണ്ടാം പകുതിയിൽ രാജ്യത്ത് നല്ല രീതിയിൽ മഴയെത്തിക്കാൻ സഹായിക്കുകയും ചെയ്യും. കാലാവസ്ഥാ വ്യതിയാനം നമ്മുടെ നിത്യജീവിതത്തെ എത്രത്തോളം ബാധിക്കുന്നു എന്നതിൻ്റെ തെളിവാണ് നിലവിലെ സാഹചര്യങ്ങൾ. കേരളത്തിൽ താൽക്കാലികമായി മഴയുടെ ശക്തി കുറയുന്നത് ആശ്വാസകരമാണെങ്കിലും ദേശീയ തലത്തിൽ എൽനിനോ ഉണ്ടാക്കുന്ന പ്രത്യാഘാതങ്ങൾ ചെറുതല്ല. ജലസംരക്ഷണത്തിലും കൃഷിരീതികളിലെ തന്ത്രപരമായ മാറ്റങ്ങൾക്കും രാജ്യം മുൻഗണന നൽകേണ്ട സമയമാണിത്. വരും മാസങ്ങളിൽ പ്രകൃതി കനിയുമെന്നും പ്രതിസന്ധികൾ മാറുമെന്നുമാണ് കർഷകരും കായിക വ്യവസായ ലോകവും ഒരുപോലെ പ്രാർത്ഥിക്കുന്നത്.